ഉത്തരധ്രുവ പ്രദേശത്തുകൂടിയുള്ള സഞ്ചാരം തുടരുകയാണ്. ആർട്ടിക് സർക്കിളിൽ റഷ്യയുടെ ഭാഗത്തുകൂടിയാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത്. ടെറിബെർക്ക എന്ന ഒരു ഉത്തരധ്രുവ ഗ്രാമത്തിലേക്കുള്ള യാത്രയാണ്. ബാരൻ സീയുടെ തീരത്ത് നോർത്ത് പോളിനോട് ചേർന്ന് മനുഷ്യൻ ഏറ്റവും അകലെ താമസിക്കുന്ന സ്ഥലം. ഇവിടെ ഒരു എയർ സ്ട്രിപ്പ് ഉണ്ട്. 1983-84 കാലത്തൊക്കെയാണ് ടെറിബെർക്കയിലേക്ക് ടാർ റോഡ് വരുന്നത്. അതിനു മുൻപ് ചെറുവിമാനങ്ങളിൽ എയർ സ്ട്രിപ്പിലായിരുന്നു ആളുകളെ കൊണ്ടുവന്ന് ഇറക്കിയിരുന്നത്. ഡ്രൈവർ ദിമിത്രി ഞങ്ങളുടെ കൗതുകങ്ങളൊന്നും കാര്യമാക്കാതെ നിർവികാരതയോടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകവേ അങ്ങകലെ ബാരൻ സീയുടെ ഒരു ഭാഗം കണ്ടു തുടങ്ങി. അതിന്റെ തീരത്താണ് ടെറിബെർക്ക. ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് അടുക്കുകയാണ്. ദിമിത്രി അവിടെ ഒരിടത്ത് വണ്ടി ഒതുക്കി നിർത്തി. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കേണ്ടവർക്കൊക്കെ അതാകാം. അങ്ങ് താഴെ ടെറിബെർക്ക എന്ന റഷ്യയുടെ ഏറ്റവും വടക്കുള്ള ഗ്രാമം. ഉത്തരധ്രുവത്തോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഗ്രാമങ്ങളിൽ ഒന്നാണത്. എല്ലാവരും ഇറങ്ങി നിന്ന് ഫോട്ടോകൾ എടുത്തു. വെയിൽ ചെറുതായൊന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇവിടേക്കെത്തിയപ്പോൾ കാലാവസ്ഥ കുറച്ചുകൂടി ഭേദപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ കടന്നു വന്ന വഴിയിലുള്ളത്രയും തണുപ്പില്ല. ഇനി ഞങ്ങൾ ടെറിബെർക്കയിലേക്ക് എത്തുകയാണ്. നേരമിപ്പോൾ 1 മണിയായി. എല്ലാവർക്കും നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. 10 മണിക്ക് തുടങ്ങിയ യാത്രയാണല്ലോ. 3 മണിക്കൂർ കടന്നുപോയിരിക്കുന്നു. വിജനമായ ഭൂപ്രദേശങ്ങളിലൂടെയും അതിശൈത്യമുള്ള സ്ഥലങ്ങളിലൂടെയും മഞ്ഞുമലകളിലൂടെയും ഒക്കെ യാത്ര ചെയ്താണ് ഇവിടെ എത്തിയിരിക്കുന്നത്. റഷ്യൻ ഭാഷയിൽ ടെറിബെർക്ക എന്ന ബോർഡ്. ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്നൊരിടമാണിത്. ബാരൻ സീയുടെ ഭാഗമായ കോലാ ബേയാണ് മുന്നിൽ. ആ കാണുന്നത് ടെറിബെർക്കയുടെ പഴയ നഗരഭാഗങ്ങളാണ്. അതിനുശേഷം പുതിയൊരു നഗരഭാഗത്തേക്ക് ഈ ഗ്രാമീണരെയൊക്കെ മാറ്റിയിട്ടുണ്ട്. 1000-ൽ താഴെ മാത്രം ആളുകൾ വസിക്കുന്ന ഒരു പ്രദേശമാണ് ടെറിബെർക്ക. 19-ാം നൂറ്റാണ്ടിൽ തന്നെ ആളുകൾ വസിച്ചിരുന്ന ഒരു പ്രദേശമാണെങ്കിലും ടെറിബെർക്കയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചത് സോവിയറ്റ് നാളുകളിലാണ്. ഇവിടെ ഹയർ സെക്കൻഡറി വരെ പഠിക്കുന്നവർ തുടർ വിദ്യാഭ്യാസത്തിനായി മുർമാൻസ്കിലേക്കോ സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്കോ പോകുന്നതാണ് ഇപ്പോഴുമുള്ള പതിവ്. ഇവിടെ വെച്ച് ശ്രദ്ധേയമായ ചില സിനിമകൾ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. 2015-ൽ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ലെവിയാത്താൻ എന്ന സിനിമയുടെ ലൊക്കേഷൻ ഈ പ്രദേശമായിരുന്നു. ദിമിത്രി ഒരിടത്ത് വണ്ടി കൊണ്ടുപോയി നിർത്തി. ഇവിടെ കളർഫുള്ളായ ഒരു നിർമ്മിതിയുണ്ട്. ഒരു കണ്ടെയ്നർ കൊണ്ടുവന്ന് വെച്ച് അതിൽ ചിത്രങ്ങൾ വരച്ചു വെച്ചിരിക്കുന്നു. ടോയ്ലറ്റാണ്. ഞങ്ങളുടെ വണ്ടിയിൽ ഉണ്ടായിരുന്നവരെല്ലാം മൂത്രമൊഴിക്കാൻ വേണ്ടി അങ്ങോട്ടാണ് പോകുന്നത്. അവർ എവിടെ കയറണമെന്നറിയാതെ നിൽക്കുമ്പോൾ ഒരു ചെറിയ കിളിവാതിൽ തുറന്ന് ഒരു സ്ത്രീ ഇറങ്ങി വന്നു. ഇവരാണ് അതിന് നടത്തിപ്പുകാരി. 70 റൂബിളാണ് ഒരാൾ നൽകേണ്ടത്. നമ്മുടെ ഏതാണ്ടൊരു 60 രൂപ. അമ്മച്ചിക്ക് തണുപ്പ് സഹിക്കാൻ വയ്യ. ശീതക്കാറ്റുമുണ്ട്. പണം വാങ്ങുമ്പോഴും മറ്റും അമ്മച്ചി അസ്വസ്ഥയാകുന്നത് കാണാം. റഷ്യയിലെ ആളുകൾ ഒട്ടും കസ്റ്റമർ ഫ്രണ്ട്ലി അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആളുകളോട് ഇടപെടുമ്പോൾ ഒട്ടൊരു പരുക്കൻ ഭാവമാണ്. നമ്മുടെ ഡ്രൈവർ പോലും ഒട്ടും ഫ്രണ്ട്ലി അല്ല. വീൽ ബാരോയിൽ എന്തൊക്കെയോ സാധനങ്ങളുമായി ആളുകൾ അങ്ങും ഇങ്ങുമൊക്കെ പോകുന്നുണ്ട്. എന്റെ കൂടെയുള്ളവർ ടോയ്ലറ്റിൽ പോയി വരുമ്പോഴേക്കും ഞാൻ ആ ഗ്രാമത്തിന്റെ ഉൾവഴികളിലൂടെ ഒന്ന് നടന്നു. പുല്ലു വളർന്നു നിൽക്കുന്ന പറമ്പുകൾ. ആൾ ഉപേക്ഷിച്ചു പോയ ഒരു ഗ്രാമമാണെന്ന് തോന്നും. ശൈത്യകാലത്ത് മഞ്ഞിന്റെ കൂമ്പാരത്തിനടിയിലായി പോകുന്ന ഗ്രാമമാണിത്. പക്ഷേ ഇപ്പോൾ മഞ്ഞുകാലത്തിന്റെ തീവ്രത ഇവിടെ തുടങ്ങിയിട്ടില്ല. ടെറിബെർക്ക പോലൊരു ഗ്രാമത്തിൽ ആളുകൾ വസിക്കാൻ തന്നെ കാരണം ഇവിടെ തണുപ്പ് താരതമ്യേന കുറവാണെന്നതാണ്. ഇതായിരുന്നു ആദ്യകാലത്ത് ടെറിബെർക്കയിൽ ജനങ്ങളുടെ വാസയിടങ്ങൾ. മരം കൊണ്ട് മാത്രം പണിത വീടുകൾ. അതൊക്കെ ഇപ്പോൾ ആളുകൾ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. ഏതോ കൗബോയ് സിനിമയുടെ സെറ്റിട്ടതുപോലെ അതൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. ടെറിബെർക്കയിൽ പുതിയ സ്ഥലങ്ങളിൽ അപ്പാർട്ട്മെന്റുകളിലേക്ക് ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇതിലെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ വേനൽക്കാലത്തെത്താവുന്ന സ്ഥലമാണിതെന്ന് എനിക്ക് തോന്നി. നമ്മൾ കാലിഫോർണിയയിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന തരം ഗ്രാമം. പഴയ റഷ്യൻ സിനിമകളിൽ കണ്ടിട്ടുള്ളതുപോലെയുള്ള ഭൂപ്രദേശം. ജനങ്ങൾ ഇവിടെ ജീവിച്ചിരുന്ന കാലത്ത് അവരുടെ വാഹനങ്ങൾ നിർത്തിയിട്ടിരുന്ന സ്ഥലങ്ങൾ. റെസ്റ്റോറന്റുകൾ,
സജീവമായ ജീവിതത്തിന്റെ കേന്ദ്രങ്ങളായിരുന്നു ഇതൊക്കെ. ഗ്രാമം ഒന്നാകെ ഒഴിഞ്ഞുപോയതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. എന്നാൽ നല്ലൊരു കെട്ടിടവുമുണ്ട്. ഇതിവിടുത്തെ പാലസ് ഓഫ് കൾച്ചറാണ്. അതിന്റെ മുന്നിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഓപ്പൺ എയർ മ്യൂസിയം എന്ന് പറയാം. ചെറിബർക്കയിലെ ജീവിതവും ഇവിടുത്തെ തുന്തര പ്രകൃതിയും പക്ഷിമൃഗാദികളുടെയും സസ്യലതാദികളുടെയും ഒക്കെ പ്രത്യേകതകളും പ്രദർശിപ്പിക്കുന്ന മ്യൂസിയമാണ്. ശരിക്കും കെട്ടിടത്തിനകത്തെ മ്യൂസിയത്തെക്കാൾ വഴിയോരത്തെ ഇത്തരം മ്യൂസിയങ്ങളാണ് എഫക്റ്റീവ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വരുന്നവർക്ക് ടിക്കറ്റ് എടുക്കാതെ വഴിയിൽ നിന്ന് പ്രദർശനം കാണാം. നമ്മുടെ തെരുവോരങ്ങളിലും ഇത്തരം മ്യൂസിയങ്ങൾ ആരംഭിക്കാവുന്നതാണ്. നനഞ്ഞു കുതിർന്നു പോകാത്ത വിധം അലൂമിനിയത്തിലോ മറ്റോ പ്രിന്റെടുത്ത് ഇത്തരത്തിൽ വഴിയോരത്ത് വെച്ചാൽ ഏത് സമയത്തും എല്ലാവർക്കും കാണാം. പൗരബോധമുള്ള ജനങ്ങളാണെങ്കിലേ അത് നടക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ഇതിൽ കൊണ്ടുവന്ന് പോസ്റ്റർ ഒട്ടിക്കും, മൂത്രമൊഴിക്കും. പാലസ് ഓഫ് കൾച്ചർ എന്നാൽ ഒരു സാംസ്കാരിക നിലയമാണ്. സോവിയറ്റ് കാലത്ത് എല്ലാ പട്ടണങ്ങളിലും ഒരു പാലസ് ഓഫ് കൾച്ചർ ഉണ്ടായിരുന്നു. ടോയ്ലറ്റ് ഉപയോഗം കഴിഞ്ഞ് ഞങ്ങളുടെ സംഘത്തിലെ എല്ലാവരും തിരിച്ചെത്തി. ബസ്സിൽ കയറി ഞങ്ങൾ ഇനി ബീച്ചിലേക്ക് പോവുകയാണ്. ചെറിബർക്ക ബീച്ചിലേക്ക്. ജപ്പാനിൽ നിന്നോ ചൈനയിൽ നിന്നോ മറ്റുള്ള ടൂറിസ്റ്റുകളൊക്കെയുണ്ട് ഇവിടെ. അവരാണ് ഈ ചെറിബർക്കയെ ഒന്ന് സജീവമാക്കുന്നതെന്ന് പറയാം. വൈദ്യുതിയുണ്ട്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വിൻഡ് മില്ലുകളുടെ വലിയ പാടം കണ്ടിരുന്നു. അവിടെ നിന്നുള്ള വൈദ്യുതിയാവാം. 16-ാം നൂറ്റാണ്ടിൽ തന്നെ ധ്രുവ പ്രദേശങ്ങളിൽ വസിക്കുന്ന ഗോത്രങ്ങളുടെ ഒരു സെറ്റിൽമെന്റ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നതായി ചില ചരിത്ര രേഖകളുണ്ട്. എന്നാൽ അത് വലിയൊരു ജനസമൂഹമൊന്നും ആയിരുന്നില്ല. മുർമാൻസ്കിൽ ജനവാസം ആരംഭിച്ച 19-ാം നൂറ്റാണ്ടിലാണ് ഇവിടെ ചെറിബർക്കയിലും റഷ്യൻ വംശജർ വന്ന് താമസം തുടങ്ങിയതും ഇവിടം ഒരു ഗ്രാമമെന്ന നിലയിൽ വളർന്നതും. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സ്രാവ് വേട്ടയുടെ ഒരു കേന്ദ്രമായിരുന്നു ചെറിബർക്ക. അന്ന് നോർവീജിയന്മാർ ഇവിടെ തമ്പടിച്ച് സ്രാവ് വേട്ട നടത്തിയിരുന്നു. അവർ ഇന്നാട്ടിൽ സ്രാവ് സംസ്കരണത്തിനായി വലിയൊരു ഫാക്ടറിയും സ്ഥാപിച്ചു. ചരിത്രാവശേഷിപ്പുകളെ പോലെ കുറെ കെട്ടിടങ്ങളുണ്ടിവിടെ. മരം കൊണ്ട് മാത്രമല്ല, ചുടുകട്ട കൊണ്ട് പണിതവയും അതിലുണ്ട്. പലതും ഉപ്പുകാറ്റേറ്റ് ദ്രവിച്ചു തുടങ്ങിയിരിക്കുന്നു. ഏതോ ഒരു ചരിത്രകാലത്തേക്ക് ചെന്നെത്തുന്ന ഫീൽ നൽകുന്ന കുറെ കെട്ടിടങ്ങളും അവശേഷിപ്പുകളുമാണ് ചെറിബർക്കയിൽ ആദ്യം കാണുന്നത്. മനുഷ്യരെ ഒന്നും പുറത്തു കാണുന്നില്ല. നല്ല തണുപ്പാണ്. മഞ്ഞു വീണിട്ടില്ലെന്നേയുള്ളൂ. ബോൾഷെവിക്കുകൾ റഷ്യയുടെ അധികാരം പിടിക്കുകയും കളക്റ്റീവ് ഫാമിംഗ് പോലുള്ള പദ്ധതികൾ അവർ നടപ്പാക്കുകയും ചെയ്ത കാലത്ത് ചെറിബർക്കയിലേക്കും കുറെ ആളുകളെ കൊണ്ടുവന്നിരുന്നു. കൃഷി സാധ്യമല്ലാത്ത ഇവിടെ വലിയൊരു ഡയറി ഫാമാണ് അന്ന് സോവിയറ്റ് ഭരണകൂടം സ്ഥാപിച്ചത്. ഞങ്ങളിപ്പോൾ ബീച്ചിലേക്ക് എത്തുകയാണ്. ചെറിബർക്ക ബീച്ച്. ചെറിബർക്ക ബീച്ചിൽ കുറെ റെസ്റ്റോറന്റുകളും മോണുമെന്റുകളും ഒക്കെയുണ്ട്. വണ്ടി നിർത്തി അവിടെ ഇറങ്ങി. ആദ്യം ബീച്ച് കാണണം. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കണം. ബീച്ചിലേക്ക് നടക്കുമ്പോൾ ഇവിടെ പഴയ യുദ്ധക്കപ്പലുകളിൽ നിന്ന് ആളുകളെ കരയ്ക്കെത്തിച്ചിരുന്ന ചില ജലവാഹനങ്ങളൊക്കെയുണ്ട്. അന്തർവാഹിനികൾ പോലെ തോന്നും. എന്നാൽ മുങ്ങിക്കപ്പലല്ല, ലൈഫ് ബോട്ടുകളാണ്. 2-ാം ലോകമഹായുദ്ധകാലത്ത് യുദ്ധക്കപ്പലുകളിൽ നിന്ന് സൈനികരെ കരയ്ക്കെത്തിച്ചിരുന്നത് ഇതിലാണ്. ഇന്ന് കലാകാരന്മാർ അതിൽ പെയിന്റിംഗ് നടത്തിയിരിക്കുന്നു. ഞാൻ അതിന്റെ അകത്തേക്കു കയറി. ആരോ വേനൽക്കാലത്ത് ഇതിനകത്ത് കിടന്ന് ഉറങ്ങാറുണ്ടെന്ന് തോന്നി. അതിനകം ഇപ്പോൾ ഒരു റെസ്റ്റോറന്റ് പോലെയാക്കി വെച്ചിരിക്കുകയാണ്. പണ്ടേ ഇതിന്റെ രൂപം ഇങ്ങനെയൊക്കെ ആയിരുന്നോ എന്നറിയില്ല. ആ കാണുന്ന കെട്ടിടങ്ങൾ റെസ്റ്റോറന്റുകളും മറ്റുമാണ്. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണിവിടം. മഞ്ഞക്കാലം കുറച്ചുകൂടി തീവ്രമാകുമ്പോൾ കൂടുതൽ ആളുകൾ വന്നു തുടങ്ങും. ഇന്ന് ഞങ്ങളുടെ സംഘത്തിന് പുറമെ വേറെയും ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കടൽ തീരത്തേക്ക് നടത്തം തുടർന്നു. ഇവിടെ വലിയൊരു തിമിംഗലത്തിന്റെ അസ്ഥികൂടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒറിജിനൽ അല്ല, ഒരു കലാകാരന്റെ ഇൻസ്റ്റലേഷനാണ്. തീരത്തടിഞ്ഞ വലിയൊരു തിമിംഗലത്തിന്റെ അസ്ഥികൂടം പോലെയുള്ള ഒരു കലാരൂപം. ബീച്ചിന് ജീവൻ കൊടുക്കുന്ന ഒരു സംഗതിയാണത്. ഞങ്ങൾ നടന്ന് ബീച്ചിലേക്കെത്തി. മണൽപ്പരപ്പിനപ്പുറം ബാരൻസ് കടൽ. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ
9995444222. ഞങ്ങൾ ഭൂമിയുടെ ഏറ്റവും ഉത്തരഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. കര ഇവിടെ തീരുകയാണ്. ഇനി അങ്ങോട്ട് ഉത്തരധ്രുവമാണ്. ഒരു കോളേജ് പ്രൊഫസറാണ് ഇദ്ദേഹം. ഇതേതായി കടല് ബാരൻസി അറിയാം, ആർക്കിയുടെ ഭാഗമാണ് ബാരൻസി. ബാരൻ സിയെ കുറിച്ചുള്ള അറിവ് അദ്ദേഹം പങ്കുവച്ചു. ഞാൻ മണൽപ്പരപ്പിലൂടെ നടന്നു. മനോഹരമായ ബീച്ച്. റഷ്യക്കാർ മർമാൻ കടൽ എന്ന് വിളിച്ചിരുന്നതാണ് ഇപ്പോൾ ബാരൻസ് സീ ആയത്. ആർട്ടിക് സമുദ്രത്തിന്റെ ഭാഗമായ കടലാണിത്. ഉത്തരധ്രുവ പ്രദേശത്ത് സാഹസികമായ പര്യവേക്ഷണ യാത്രകൾ നടത്തിയിരുന്ന ഡച്ച് നാവികനായ വില്യം ബാരന്റിന്റെ പേരിലാണ് ഇപ്പോൾ ഇതറിയപ്പെടുന്നത്. ആഴം കുറഞ്ഞ കടലാണ് ബാരൻസ് സീ. 230 മീറ്റർ വരെയാണ് ഇതിന്റെ പരമാവധി ആഴം. ഏറെ വിപണി മൂല്യമുള്ള കോഡ് മത്സ്യത്തിന്റെയും സ്രാവുകളുടെയും വലിയ ആവാസ മേഖലയാണ് ബാരൻസ് കടൽ. വൻസ്രാവുകളെ വേട്ടയാടി കയറ്റുമതി ചെയ്യുന്നത് 19-ാം നൂറ്റാണ്ടിൽ തന്നെ ചെറിബിർക്ക പോലുള്ള തീരഗ്രാമങ്ങളിലെ പ്രധാന തൊഴിലായിരുന്നു. ബീച്ചിൽ ചില രസികന്മാരായ ഏതോ കലാകാരന്മാർ മരത്തടി കൊണ്ട് ഒരു സിംഹാസനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ടീമിലുള്ളവർക്ക് അതൊരു കൗതുകമായി. എല്ലാവരും മാറി മാറി അതിലിരുന്ന് ഫോട്ടോ എടുക്കുന്നു. ഏതോ ഒരു ഹോളിവുഡ് സിനിമയിൽ ഞാൻ ഇത്തരം ഒരു സിംഹാസനം കണ്ടിട്ടുണ്ട്. 2021-ൽ ചെറിബിർക്കയിൽ വെച്ച് ഒരു ലോക പവർ ലിഫ്റ്റിംഗ് മത്സരം നടന്നിരുന്നു. അതിന്റെ ഭാഗമായി ഈ ബീച്ച് സൗന്ദര്യവൽക്കരിക്കുകയുണ്ടായി. അന്നാണ് ത്രോൺ ഓഫ് ദി ലോർഡ് ഓഫ് ദി നോർത്ത് എന്ന ഈ ഇൻസ്റ്റലേഷൻ ഇവിടെ സ്ഥാപിച്ചത്. ഒരാൾ തീരത്തെ മരപ്പലകയടിച്ച ബോർഡ് വാക്കിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കുകയാണ്. കാറ്റോ തിരമാലകളോ കൊണ്ടുവന്നിട്ട മണലാണ്. വേറൊരു കക്ഷിയുണ്ടിവിടെ. ഈ ബീച്ചിലെ സ്ഥിരം സാന്നിധ്യമായ ഒരു നായ. അവൻ വളരെ ഫ്രണ്ട്ലിയാണ്. ആളുകൾ കൂടിയപ്പോൾ അവൻ എന്തോ കലാപരിപാടി അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണെന്ന് തോന്നി. വലിയ ഉത്സാഹം. തൻ്റെതായ ചില കളികളിലാണ്. അവനറിയാവുന്ന വിദ്യകൾ. ബീച്ചിൽ പലയിടത്തും മാന്തുന്നു. എവിടെ നിന്നോ ഒരു മരക്കമ്പ് കിട്ടിയിട്ടുണ്ട്. ഒരു വിശേഷ വസ്തു പോലെ ആ കമ്പുമായി നടക്കുകയായിരുന്നു ഇതുവരെ. ഇപ്പോൾ അത് കുഴിച്ചിടാനുള്ള ശ്രമമാണ്. ഞങ്ങൾക്ക് കൗതുകമായി. കുറേ നേരമായി അവൻ അഭ്യാസം കാണിക്കുകയാണ്. എന്താണ് ഈ ചെയ്തികളുടെ പൊരുളെന്ന് അറിയില്ല. ഞങ്ങളത് കൗതുകത്തോടെ നോക്കി നിൽക്കെ മണൽ കോരി മാറ്റിക്കൊണ്ടിരുന്ന ആൾ കാര്യം വ്യക്തമാക്കി. ആൾക്കാരെ കണ്ടാൽ അവൻ അങ്ങനെയാണ്. പല അഭ്യാസങ്ങളും കാണിക്കും. അടുത്തുള്ള റെസ്റ്റോറന്റുകാരുടേതാണ് പട്ടി. മണൽ വാരിക്കൊണ്ടിരുന്നയാൾ അവന്റെ കോല് വാങ്ങി ദൂരേക്കെറിഞ്ഞു. അവൻ ഓടിച്ചെന്ന് അതെടുത്ത് വീണ്ടും മണലിൽ മാന്താൻ തുടങ്ങി. ഞങ്ങളുടെ സംഘത്തിലുള്ളവർക്ക് അവനെ വലിയ ഇഷ്ടമായി. പലരും ചെന്ന് അവനെ തലോടുന്നു. അവനെ സ്നേഹമറിയിക്കുന്നു. പക്ഷേ അവന് പ്രധാനം ആ കമ്പ് എവിടെയെങ്കിലും കുഴിച്ചിടണമെന്നതാണ്. ഏതായാലും മിടുക്കനായൊരു നായ. റഷ്യയിൽ ഞങ്ങൾ പലയിടത്തും കണ്ട നായക്കളൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. ഇന്നലെ ഹസ്കി പാർക്കിൽ കണ്ട സൈബീരിയൻ ഹസ്കികൾ വരെ. ഇവൻ വാലാട്ടിക്കൊണ്ടേയിരിക്കുന്നു. വളരെ എക്സൈറ്റഡ് ആകുമ്പോഴാണ് പട്ടി വാലാട്ടുക. സംഘത്തിലുള്ളവർ കുറേ നേരം അവനുമൊത്തു കളിച്ചു. നല്ല മിടുക്കനൊരു പട്ടി. ഇതിവിടുത്തെ ഒരു റെസ്റ്റോറൻ്റാണ്. ഇവിടെ നിന്നാണ് ഞങ്ങളുടെ ഉച്ചഭക്ഷണം. ഞങ്ങൾ 42 പേർക്കുള്ള ലഞ്ച് റെഡിയാണ്. എല്ലാവരും തണുത്തു മരവിച്ചിരിക്കുന്നു. റെസ്റ്റോറൻറ്റിലേക്ക് കയറി ചെല്ലുമ്പോഴേ കാണുന്നത് ഒരു ബാറാണ്. ഇന്നാട്ടിൽ എല്ലാ റെസ്റ്റോറൻറ്റുകളിലും ബാറുണ്ടാവും. വോഡ്കയും മറ്റു മദ്യങ്ങളുമൊക്കെ അവിടെ യഥേഷ്ടം ലഭിക്കുകയും ചെയ്യും. ഞങ്ങൾക്കുള്ള സൂപ്പും മറ്റു വിഭവങ്ങളുമൊക്കെ റെഡിയാണ്. തണുത്ത ബീച്ചിൽ നിന്ന് കയറി വരുമ്പോൾ നല്ല ചൂട് സൂപ്പ് കിട്ടുകയെന്നാൽ വളരെ സുഖകരമാണ്. എല്ലാവരും ധൃതിയിൽ റെസ്റ്റോറൻറ്റിലെ സീറ്റുകൾ പിടിച്ചു. 4 കോഴ്സ് വിഭവങ്ങളുണ്ട്. സൂപ്പ്, സലാഡ്, മെയിൻ കോഴ്സ്, പിന്നെ ഒരു ഡെസേർട്ട്. ഓരോ നാട്ടിലും എത്തുമ്പോൾ പരമാവധി ആ നാട്ടിലെ ഭക്ഷണം ഉൾപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മുടെ ഗ്രൂപ്പിലാർക്കും ഉച്ചയ്ക്ക് മദ്യം വേണ്ട.
ബ്രെഡും സൂപ്പും കൂടിയാണ് ആദ്യം വരിക. നല്ല രുചികരമായ സീ ഫുഡ് സൂപ്പാണ്. എല്ലാവരും അത് ആസ്വദിച്ചു തുടങ്ങി. സഞ്ചാരത്തിന്റെ ടൂറുകളിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇത് ഡോക്ടർ മോഹൻലാലാണ്. അദ്ദേഹം കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഒരു ബഹിരാകാശ യാത്രികനെ പോലെ അങ്ങനെ ഇരിക്കുന്നു. ഭക്ഷണ സമയം സൗഹൃദ ചർച്ചകളുടെ സമയം കൂടിയാണ്. ഇവരൊക്കെ സൂപ്പിനെ പറ്റിയുള്ള അഭിപ്രായമാണ് പറയുന്നത്. നല്ല രുചിയായിരുന്നു, ഉഗ്രൻ ടേസ്റ്റ്. ടൂർ സംഘത്തിലുള്ളവർക്ക് ലഞ്ച് അവർക്ക് ഇഷ്ടം പോലെ കഴിക്കാമെന്ന് വെച്ചാൽ ഇത്തരം സ്ഥലങ്ങളിൽ റെസ്റ്റോറന്റ് കണ്ടുപിടിക്കലൊന്നും അത്ര പ്രായോഗികമായിരിക്കില്ല. നമ്മുടെ യാത്രകളിൽ ആളുകൾക്ക് ഒരു ടെൻഷൻ കൊടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് 3 നേരത്തെയും ഭക്ഷണം സഞ്ചാരം തന്നെ ഏർപ്പെടുത്തുന്നത്. താമസമാകട്ടെ ഏറ്റവും മികച്ച ഹോട്ടലുകളിലായിരിക്കും. പിന്നെ ഓരോ ഇടത്തും ഏറ്റവും പ്രധാന കാഴ്ചകളും. സീ ഫുഡ് സൂപ്പ് കഴിച്ചു. അത് കഴിഞ്ഞ് ചോറും മീനും കൂടിയാണ് വരുന്നത്. തണുപ്പിന് പറ്റിയ ഭക്ഷണം തന്നെയാണ് ഇവിടെ. കാലറീസ് കിട്ടുന്ന ഭക്ഷണം തന്നെയാണ് ഇവിടെ. ക്ലീനിംഗ് സ്റ്റാഫ് മേശകൾ വൃത്തിയാക്കി തുടങ്ങി. 3-4 പേരേയുള്ളൂ ഈ റെസ്റ്റോറന്റിൽ ജീവനക്കാരായി. അതിൽ ഒരാൾ ബാറിൽ സ്ഥിരമായി നിൽക്കുകയാണ്. ഞങ്ങൾ പുറത്തേക്കിറങ്ങി. ഇനി കുറെ കാഴ്ചകളിലേക്ക് കൂടി പോകാനുണ്ട്. പുതിയ റെസ്റ്റോറന്റുകളുടെയും മറ്റും നിർമ്മാണം നടക്കുകയാണ്. അടുത്ത കാലത്താണ് ഇവിടേക്ക് വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടിയത്. അതുകൊണ്ട് ഇവിടെ വിപുലീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഇവിടെയുമുണ്ട് ഒരു നായ. നേരത്തെ മണ്ണു മാന്തിയവനല്ല, ഇത് വേറൊരു കക്ഷിയാണ്. ഞങ്ങൾ അവിടെ നിന്ന് വണ്ടിയിൽ കയറി യാത്ര തുടരുകയാണ്. കാരവനുകളും മോട്ടോർ ഹോമുകളും ഒക്കെ കാണുന്നുണ്ട്. ഉപേക്ഷിച്ച പഴഞ്ഞൻ ബസ്സുകളും കാണാം. ബോട്ടുകൾ കരയ്ക്ക് കയറ്റി വെച്ചിരിക്കുന്നു. ചിതറിപ്പോയൊരു ഗ്രാമം. ഒരു അടുക്കും ചിട്ടയുമില്ലാത്ത നാടോടികളുടെ ഗ്രാമം പോലെ തോന്നും. ബോട്ടുകളുടെ ശവപ്പറമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. പാതി തകർന്ന കുറേയേറെ ബോട്ടുകൾ, പഴഞ്ചൻ വണ്ടികൾ, ആളുകൾ ഉപേക്ഷിച്ചു പോയ വീടുകൾ, ചക്രമില്ലാത്ത കാറുകൾ. ഏതോ ഒരു സിനിമയ്ക്ക് വിചിത്രമായ ഗ്രാമത്തിന്റെ സെറ്റിട്ടതുപോലെ തോന്നും. നോഹയുടെ പെട്ടകം പോലൊരു വീടുണ്ട് ഇവിടെ. അതിനടിയിൽ ചക്രങ്ങളുണ്ട്. അത് ഓടിക്കാൻ വേണ്ടിയല്ല. ഇവിടെ ഒരു നിയമമുണ്ട്. ചക്രമുള്ള താമസയിടങ്ങൾക്ക് ടാക്സ് കുറവാണ്. അതുകൊണ്ട് ഏതോ ഒരു ബുദ്ധിമാൻ പണിതു വെച്ചതാണ് ചക്രമുള്ള വലിയൊരു കെട്ടിടം. ഇതെല്ലാം ടൂറിസ്റ്റുകൾക്കുള്ള കോട്ടേജുകളാണ്. എന്നാൽ അത് കഴിഞ്ഞാൽ ഉടനെ കാണുന്നത് ആളുകൾ ഉപേക്ഷിച്ചു പോയ പഴഞ്ചനൊരു മരവീടാണ്. അതായിരുന്നു ഇവിടുത്തെ വീടുകളുടെ ഒരു പൊതുവായ രൂപം. കൊടും ശൈത്യമുള്ള ഈ തീരഗ്രാമത്തിൽ അത്തരം വീടുകളിലാണ് ആളുകൾ വസിച്ചിരുന്നത്. ഞങ്ങളിനി ഇവിടുത്തെ പുതിയ സെറ്റിൽമെന്റ് കാണാൻ പോവുകയാണ്. അതായത് ഈ പ്രദേശങ്ങളിലൊക്കെ ചിതറി വസിച്ചിരുന്നവരെ പുതുതായി കൊണ്ടുപോയി പാർപ്പിച്ച പട്ടണഭാഗം കാണാൻ. സോവിയറ്റ് കാലത്ത് കളക്റ്റീവ് ഫാമിങ്ങിനായി 2 സെറ്റിൽമെന്റുകളാണ് ചെറിബെർക്കയിൽ ഉണ്ടായിരുന്നത്. ഫാമിംഗ് എന്ന് പറയുമെങ്കിലും മത്സ്യബന്ധനവും കന്നുകാലി വളർത്തലുമായിരുന്നു അവിടെയുള്ളവർക്ക് നൽകിയ തൊഴിൽ. 2ാം ലോകമഹായുദ്ധകാലത്ത് റഷ്യൻ സൈനികർക്ക് പാലും മത്സ്യവും ലഭ്യമാക്കുന്നതിൽ ചെറിബെർക്കയിലെ സെറ്റിൽമെന്റുകളിൽ ഉണ്ടായിരുന്നവർ വലിയ പങ്കുവഹിച്ചു. 1960കളിലാണ് ചെറിബെർക്ക ഒരു പട്ടണം എന്ന നിലയിൽ വികസിച്ചു തുടങ്ങിയത്. സോവിയറ്റ് യൂണിയന്റെ പതനം കഴിഞ്ഞ് 10 വർഷത്തിനു ശേഷം ഇവിടം ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന നിലയിൽ വളർന്നു തുടങ്ങി. 2015 മുതൽ വർഷം തോറും ഇവിടെ നടക്കുന്ന ചെറിബെർക്ക ആർട്ടിക് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ എത്താറുമുണ്ട്. അക്കാണുന്നത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമോ മിലിറ്ററിയുടെ ബേസോ മറ്റോ ആണ്. ഒരു മല കയറിയിറങ്ങി ഞങ്ങൾ വീണ്ടും ഒരു കടൽ തീരത്തേക്കെത്തുന്നു. ബാരൻ സീയിൽ നിന്ന് ഉള്ളിലേക്ക് കയറിക്കിടക്കുന്ന നിരവധി ചെറിയ ഉൾക്കടലുകളുണ്ട്. ഒലന്യ ബേ, കോല ബേ, വായങ്ക ബേ എന്നൊക്കെ അതറിയപ്പെടുന്നു. കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ഭാഗമാണിത്. പണ്ടുകാലത്തെ മീൻപിടുത്ത കപ്പലുകളും വലിയ ബോട്ടുകളുമൊക്കെ നശിച്ചു കിടക്കുന്ന ഒരു തീരഭാഗം. 1970കളിൽ സോവിയറ്റ് ഗവൺമെന്റ് കളക്റ്റീവ് ഫാമുകൾ വിപുലീകരിക്കാൻ തീരുമാനിച്ചതോടെ ചെറിബെർക്കയുടെ സാമ്പത്തികമായ പ്രാധാന്യം നഷ്ടപ്പെട്ടിരുന്നു. മത്സ്യബന്ധനത്തിനായി വലിയ കപ്പലുകൾ രംഗത്തു വന്നതോടെ താരതമ്യേന ആഴം കുറഞ്ഞ ചെറിബെർക്ക തീരത്ത് അവയ്ക്ക് അടുക്കാനാവില്ലെന്ന സ്ഥിതി വന്നു.
അങ്ങനെ ഇവിടുത്തെ മത്സ്യവ്യവസായവും തകർന്നു. പുതിയ കാലത്തെ ടൂറിസമാണ് ചെറിബർക്കയ്ക്ക് പ്രതീക്ഷ നൽകുന്നത്. ദിമിത്രി ഏകാഗ്രതയോടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ഇയാൾ ഇത്രയും നേരമായിട്ടും ഒരു വാക്കുപോലും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ചെറിബർക്ക എന്ന ഗ്രാമത്തിൽ ജനസംഖ്യ കുറവാണെങ്കിലും 4-5 കിലോമീറ്റർ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുകയാണത്. കടലിന്റെ പല ഉൾപ്പിരിവുകളുടെയും തീരങ്ങളിൽ ചെറിയ ജനവാസ കേന്ദ്രങ്ങൾ. ബോട്ട് നിർമ്മാണ യാർഡുകളാണ് വലതുവശത്ത് കാണുന്നത്. വലിയ ബോട്ടുകളും ചെറിയ ബോട്ടുകളും പണിയുന്ന ഇടങ്ങൾ. ടൂറിസത്തിലൂടെ ചെറിബർക്കയെ വളർത്താനുള്ള ശ്രമമാണ് അടുത്ത കാലത്ത് കൂടുതലായി നടക്കുന്നത്. അതിനുവേണ്ടിയുള്ള പല പദ്ധതികളും ഇപ്പോൾ ഇവിടെ ആവിഷ്കരിക്കുന്നുണ്ട്. ഞങ്ങൾ ചെറിബർക്കയുടെ ജനവാസ കേന്ദ്രത്തിലേക്ക് അടുക്കുകയാണ്. മുൻപ് പല ഭാഗങ്ങളിലായി വസിച്ചിരുന്നവരെ ഇവിടെ ഒരിടത്ത് കൊണ്ടുവന്ന് പുനരധിവസിപ്പിക്കുകയാണ് ഉണ്ടായത്. അതിന്റെ ഭാഗമായി ഒരു പട്ടണത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. റെസ്റ്റോറന്റുകളും മ്യൂസിയങ്ങളും സുവനീർ കടകളുമൊക്കെയായി ടൂറിസം ലക്ഷ്യമിട്ട് ധാരാളം സ്ഥാപനങ്ങൾ ഇവിടെ ഉയർന്നു വരുന്നുമുണ്ട്. ചൂടുജലം വീടുകളിലേക്ക് എത്തിക്കുന്ന പൈപ്പുകൾ പാതയോരത്ത്. അങ്ങകലെ കാണുന്നതാണ് ചെറിബർക്കയുടെ ജനവാസ കേന്ദ്രം. അവിടേക്ക് ഞങ്ങളുടെ വാൻ അടുത്തുകൊണ്ടിരുന്നു.